ലോണ പറഞ്ഞാൽ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ എന്റെ വയസ്സ് പിന്നെ എന്റെ വയസ്സ് എന്തിനാണ് ഈ സ്വയിപ്പിലൊക്കെ നിക്കുന്നത്? ഉള്ളിലേക്ക് എത്ര നൈസായിട്ട് എറിഞ്ഞാണ് കണ്ട വയസ്സിന്റെ അപ്പുറത്ത് കൂടി നിങ്ങളെ കാണാനുണ്ട്. എന്തായാലും ഞാന് പുതിയാപ്പിളല്ലേ. അതുകൊണ്ട് പാർട്ടി ദിവസം ആയതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. നോർമലി ഒരു വീട്ടിലിടുന്ന ചുരിദാറല്ല കേട്ടത്. കാരണം ഇത് ആൾക്കാർ പാർട്ടി വെയർ ആയിട്ടല്ലേ വാങ്ങിക്കാം. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അല്ല ഇത് കണ്ണാടി. എപ്പോഴും കണ്ണാടിയിലുള്ള വീഡിയോ എടുക്കുമ്പോഴേ കണ്ണാടി തുടക്കാൻ ഭയങ്കര പണിയാണ്. അപ്പൊ അത് തുടക്കാനുള്ള പീച്ച മിറർ തുടക്കുക. എനിക്ക് മുകളിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫുള്ള് ചെറിയ ഉള്ളി മാത്രം എടുക്കുള്ളൂ. വെല്ലുള്ളി എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ആ ഒരു നാടൻ ചിക്കൻ വരട്ടിന് ഇവൾക്ക് നല്ല നൈസായിട്ട് ഉള്ളിലേന്ന് അറിയാട്ടോ. ഈ ഇരിക്കണ ഇരിപ്പ് എന്താ തോന്നുന്നേ, ഒരു കുന്തും അറിയില്ല, എല്ലാം അറിയാം. ഉള്ളിലേക്ക് എത്ര നൈസായിട്ട് എറിഞ്ഞാണ് കണ്ട വയസ്സിന്റെ അപ്പുറത്ത് കൂടി നിങ്ങളെ കാണാനുണ്ട്. ഞാൻ വലിയ കാര്യത്തിലിരിക്കുന്നു. പിന്നെ സുലു പറഞ്ഞപ്പോഴാണ് ഇതല്ലല്ലോ ഇതിന്റെ ഷാള്. ഞാൻ ഇന്നലെ ഇട്ട ചുരിദാറിന്റെ ഷാള് ഇവിടെ കസരമ തൂങ്ങി കിടക്കുന്നത്. അപ്പൊ അതാ ഇപ്പോഴും മനസ്സിലായി അതിന്റെ ഷാള് തരുന്നു. ഞാൻ തന്നെ മറന്നു. ഉള്ളി വരിയുന്നതിൻ്റെ തിരക്കിൽ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജാസ്മിൻകുട്ടിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാനാണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അതുപോലെ സുലു നല്ല അടപ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. ജാസ്മിൻകുട്ടി പിന്നെ നല്ല നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ജോലികൾ ഏപ്രൺ കാണാനില്ല ഗൈസ്. അതുകൊണ്ട് തോർത്ത് കെട്ടിട്ടാണ് ചിക്കൻ കഴുകി. ഈ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള പേരിൽ നമ്മളെ ഒരു കോഴി വരട്ടാൻ സമയങ്ങളില്ല. അപ്പോൾ ജാസ്മിൻ്റെ അടുത്തൊരു മധുരം സൃഷ്ടിച്ചു. ഞാനുണ്ടാക്കുന്നത് പായസമാണ്. നിങ്ങളെ കോഴി അത് ഇതൊക്കെ എന്റെ പായസം കേറി. പായസം എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. പായസം കോഴിക്കൂട്ടാൻ ഉണ്ടാക്കണമെങ്കിൽ ഇതിവിടെ നമ്മളിപ്പോ തുടങ്ങിയാലേ നടക്കുള്ളൂ. ലാസ്റ്റ് ഉണ്ടാക്കി ഞാൻ മലയാളത്തിൽ ഇവിടെ കേട്ടിച്ചു. മധുര ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാലോ. ഇനിയൊന്നും പേടിക്കണ്ട. വലിയ ജീരകം, ചെറിയുള്ളി, കറിവേപ്പില നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ നല്ല മണം ഉണ്ടാവും. മുഴുവനും വേണമെന്നില്ല കേട്ടോ. വെല്ലുള്ളി എനിക്ക് കുറേ ഉണ്ടാക്കി. ഒരുപാട് ഉള്ളി ആയിട്ടുണ്ടെങ്കിലൊരു ടാഗ് ഉണ്ടായിരുന്നു. അൺബോക്സിങ് വീഡിയോ ഒന്നും ഇപ്പോൾ നമ്മളെല്ലാം അതിൻ്റെ എടുക്കൂലല്ലോ. എന്ത് സാധനം കിട്ടുമ്പോൾ അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കണം. ഇഷ്ടംപോലെ ആൾക്കാർ ഇനി വാടാണ്ട് അത്ര വാട്ടിക്കുന്നുള്ളൂ. ബാക്കി ഇവരെ കൂടെ കൂടി വാടട്ടെ. കൂടെ കൂടി വാടും ഇളകി ഇളകി ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യാം. ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം എന്നുള്ള പ്രീ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും ഒരു വേറെ പ്ലാനൊന്നും ഉണ്ടാക്കായിരുന്നത്. ഇതിപ്പോൾ സുലു എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉണ്ണിമോൻ പറഞ്ഞു നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ. അപ്പം നോക്കി എന്നാൽ നമുക്ക് ചെറുതായിട്ട് അവളെയും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് അവളെയും വിളിച്ചു വരുത്തിയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ആൾക്കറിയില്ല. തലേ ദിവസം ചോദിക്കേണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം സുലു ഗിഫ്റ്റ് കൊടുക്കാറുണ്ടേ. അപ്പോൾ രാത്രി 12 മണിയാകുമ്പോൾ ചോദിക്കേണ്ട എൻ്റെ ഗിഫ്റ്റ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ സുലു പറഞ്ഞു ഓ ഇപ്രാവശ്യം ഇല്ലടി, ഇപ്രാവശ്യം ഗിഫ്റ്റ് എടുക്കാൻ മറന്നു വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളെങ്ങനെ വെറുതെ പറ്റിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ എല്ലാവരും വരാറുണ്ടെന്ന് ചോദിക്കല്ലേ. കാരണം ഇത് ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഗൈസ് നമ്മളെ മഷൂന്റെ അമ്മന്റെ ജാസ്മിൻകുട്ടിയുടെ മഷൂന്റെ അമ്മ എന്നൊക്കെ പാസ് ചെയ്യുന്നത് നമ്മളെ ജാസ്മിൻകുട്ടിന്റെ പിറന്നാളാണ് ഗൈസ്. എത്ര പിറന്നാളാണെന്ന് പറയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് പറയണില്ല എത്രാം പിറന്നാളെന്നൊന്നും പറയാൻ പാടില്ല. ലോണ പിറന്നാൾ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്റെ വയസ്സ് പിന്നെ എന്റെ വയസ്സ് എന്തിനാണ് ഈ സ്വയിപ്പിലൊക്കെ
രണ്ടിന്ന് ഒന്നുമില്ല ബർത്ത്ഡേയാണ് അത്ര ഉള്ളൂ അതവിടെ കഴിഞ്ഞു ബാക്കി ചോദ്യം കഴിയുമ്പോ കുറച്ച് അങ്ങോട്ട് വേപ്പട്ട് കീപ്പെട്ടൊന്നും പറയാനൊന്നുമില്ല ചോദ്യം ഇത്രയൊന്നുമില്ല ഞങ്ങൾ ബർത്ത്ഡേ ബർത്ത്ഡേ ആഘോഷിക്കണം തന്നെ ഒരു കഷ്ണം കേക്ക് കഴിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ആഘോഷിക്ക് പോലും ഇതൊന്നും ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഗൈസ് ഞാൻ അവിടെ കേക്ക് കട്ടിയാണേ മറ്റേ ചിലരൊക്കെ പറയുമ്പോൾ സാരി ഇട്ടാ മതി സാരി ചിലര് പറയാം വേണ്ട ചുരിദാർ നിങ്ങൾ വിഷമിക്കണ്ട രണ്ടും ഇപ്പൊ കറക്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ കറക്റ്റ് ആണ് അവിടെ കിട്ടൂല എല്ലാ പ്രാവശ്യം സുലു ജാസിക്കുട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ അപ്പൊ ഇന്നലെ വെറുതെ ഞങ്ങൾ അഭിനയിച്ചു അത് കുഴപ്പമില്ല അതുപോലെ നമ്മളൊരു ഗിഫ്റ്റ് കൈമാറ്റണ്ട് എപ്പോഴും എല്ലാ ബർത്ത്ഡേയും കൊടുക്കാൻ അപ്പൊ ഇപ്രാവശ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ ഓ ഗിഫ്റ്റ് വേറെ ഉണ്ട് ഗൈസ് എന്തായിട്ട് ഞാന് പുതിയാപ്പിളല്ലേ ഇതായിക്കോട്ടെ ആദ്യം അതാ എന്താ ബോക്സിൻ്റെതാണെങ്കിലും ഉള്ളിൽ വേറെ സാധനം ഓക്കെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഒക്കെ തുറക്കേ ഞാൻ തന്നെ ഇതിൽ വലിയ ഗിഫ്റ്റ് ജാസി കുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് എന്താ ഗിഫ്റ്റ് കിട്ടിക്കണം നോക്കിട്ടെ ഐഫോണാണ് ജാസി അമ്മ കിട്ടിയിട്ടുള്ളത് ഉണ്ണി തുറന്നെടുക്കേ മഷു മമ്മക്ക് ഐഫോൺ മമ്മക്ക് തുറന്നെടുക്ക് അങ്ങനല്ല എന്റെ വക ഞാനാണിത് തന്ന ആളെന്ന് ചോറ് കഴിച്ചിട്ട് വൈകുന്നേരം തട്ട ഇതിന് ഷാളുണ്ടായിരുന്നല്ലോ ഇല്ലല്ലേ ഇങ്ങനെ ഗൗണാണല്ലേ നല്ല രസം ഒരു മൾട്ടി പ്ലേറ്റ് അടിയിൽ പ്ലേറ്റും ഒക്കെ ആയിട്ട് ജാസ്മിന്റെ പേരില് ഓഹോ മന ചോറ് വെച്ച് തട്ടാം നമ്മളെ ചിക്കൻ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് 2030 ആഗസ്റ്റ് 15 അതാണ് ഐഫോൺ 10ാം ക്ലാസ് കഴിയണ്ടേ നല്ല ഗുരുകുമാന്നുള്ള നെയ്ച്ചോറാണ് സുനുവിന്റെ നല്ല പാലട കാരമലൈസ് പാലട നിങ്ങൾ ഞാൻ ഈ ചുരിദാർ ഇട്ടിട്ട് അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വിചാരിക്കും ഈ നെബിലത്തത് വീട്ടിലിട്ടിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ ഇത് ആക്ച്വലി പുറത്തേക്കിടുന്ന ചുരിദാർ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അടുത്ത് പുറത്ത് പോകുമ്പോഴൊക്കെ ഈ ചുരിദാറാണ് ഇട്ടിരുന്നത് ഇതിപ്പോൾ ഞാൻ വ്ളോഗൊക്കെ എടുക്കാമെന്ന് ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് പാർട്ടി ദിവസം ആയതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് നോർമലി ഒരു വീട്ടിലിടുന്ന ചുരിദാറല്ല കേട്ടോ ഇത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വീട്ടിലിടുന്ന ചുരിദാറൊന്നും അല്ല കേട്ടോ പുറത്തൊക്കെ പാർട്ടിക്ക് ഇടാൻ പറ്റിയ ചുരിദാറാണ് പക്ഷെ ഞാനിന്ന് പാർട്ടി നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ടാട്ടോ ഈ ചുരിദാറൊക്കെ ഇട്ടത് ഒരുങ്ങിയപ്പെട്ടതാ ഇത് നമ്മളെ വാപ്പല്ല ഇവിടെ വാപ്പ ഇവിടെ വാപ്പൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലല്ലേ ആ ഫ്രണ്ടിൻ്റെ അല്ലല്ലോ ഫ്രണ്ടിൻ്റെ മോളുടെയോ മകൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം അപ്പം തിരുനാവായ പോയിരിക്കാം അതിൻ്റെ ഡാഡി ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിക്കില്ല സ്കൂട്ടി ഒന്നും ഓടിക്കാറായിട്ടില്ല എന്നിട്ട് പിന്നെ പെർമിഷൻ ചോദിച്ചിക്കാക്കനെ കണ്ടപ്പോ ഒരു ആച്ചിന്റെ ചോദ്യം
ഓഫീസിലേക്കല്ലേ സുറി ഓഫീസിൽ എന്താ നിങ്ങൾക്കൊക്കെ വേണ്ട എല്ലാം സൈഡാക്കിക്കോ. എവിടേക്ക് പോയി വേണ്ടട്ടോ മോനെ, അത് എല്ലാരും കൂടി വെച്ച് എന്തായാലും വേണ്ട വേണ്ട മോനെ, ഒന്നും പറയണ്ട, അതൊന്നും നടക്കാത്ത കാര്യമാണ്. ചോറുണ്ടാത്ത ആ കുട്ടികൾ ചോറുന്നവനാണ്. അങ്ങനെ നമ്മൾ ജാസ്മിൻകുട്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. അളിയൻ പോയിട്ടുണ്ടായിരുന്നു. iPhone 16 ആണ് കേട്ടോ ആൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഭയങ്കര ഹാപ്പിയിലാണ്. ഇൻഷാല്ല ചാനൽ മിക്കവാറും തുടങ്ങുന്നുണ്ടാവും. ഈവനിങ് ആയ എല്ലാവരും ഉണ്ടാകുമ്പോഴുള്ള പിന്നത്തെ രസം എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് ഇരുന്നിട്ടുള്ള ഈ ഒരു ചായ കുടിക്കലാണ് കേട്ടോ. ജാസ്മിൻ കുട്ടിയാണെങ്കിലും പുറത്തിരുന്ന് തന്നെ കുടിക്കണം. അപ്പോൾ പറയും നമുക്ക് സിറ്റ് ഔട്ടിൽ പോയി കുടിക്കാം, ഇച്ചിരി കൊതുകടിയൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് പോയിരുന്ന് കുടിക്കാമെന്ന് പറയും. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നാലും ഇനി നെക്സ്റ്റ് എന്താണ് പരിപാടി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ യാമിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇനി വരുന്ന വീക്കിൽ. അപ്പോൾ അതുപോലെ എൻ്റെ ഇക്കാൻ്റെ ബ്രദർ ഷെഫീക്ക് അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മങ്കടയിലും പോകണം, അങ്ങനെയൊക്കെ മിക്സ്ഡാണ്. അപ്പം ശനിയാഴ്ച യാമിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞായറാഴ്ച മങ്കട വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. മൺഡേ മിക്കവാറും സ്കൂളിൽ ലീവാക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കറൻ്റ്ലി പ്ലാനിങ് ഉള്ളത്. എന്താ വായല് എന്നാലും കണ്ടോ സിനിമമാരെ ആര് കണ്ടേ? അയ്യോ കണ്ടത്രേടി. അല്ല ഓനെ കളിക്ക് പോകണ ജേഴ്സി കിട്ടണോ? ഇന്നൂസ് എയർപോർട്ടിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓരോ സെലിബ്രിറ്റീസിനെ കാണും കേട്ടോ. ഞങ്ങളവിടെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇന്ന് ആരെങ്കിലും കണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഈ MJ ശിവകുമാർ വൈഫ്, അതുപോലെ ജോത്സന, പിന്നെ ആരൊക്കെയോ പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ പറഞ്ഞത് ഉണ്ണിമുകുന്ദനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളതാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോക്കായോ? അല്ല നിങ്ങളെ കണ്ടപ്പത്തിലുണ്ട് പോലെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോഴേ ന്യൂസ് ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ ഈ ഒത്തുകൂടുമ്പോഴൊക്കെ ഭയങ്കര ഒരു ബോറിംഗ് ആണ് കേട്ടോ. അവളാണെങ്കിൽ ഭയങ്കര രസമാണ്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ആവുന്നേ ഉള്ളൂ, പക്ഷെ എന്തോ കുറേ കാലമായ പോലെ അവൾ പോയിട്ട്. അപ്പോൾ എന്തായാലും ഇനി യാമിൻ്റെ ബർത്ത്ഡേക്ക് അവൾ ലീവ് ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല അത് ആകെ ഒരു ദിവസമൊക്കെ അല്ലേ കിട്ടുള്ളൂ. എന്നാലും കാണാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. നാളെ ഇനി മൺഡേ ആണ്, റിപ്പബ്ലിക് ഡേ ആണ്, സ്കൂളില്ല. പക്ഷെ ജാസ്മിൻകുട്ടിക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവൾ പോവാണ് കേട്ടോ ഈവനിങ്ങിനെ. സുലത്ത് നാളെ പോകുന്നുണ്ടാവുള്ളൂ. പോകുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ബുക്ക് കൊണ്ടിട്ടുണ്ട്. ആൾക്ക് വായന ഒരു ഭയങ്കര ഹാരമാണ്. ഞാൻ ഇടവിട്ട് ഗ്യാപ്പിലേ വായിക്കുള്ളൂ. ആളൊരു ബുക്ക് കിട്ടിയാൽ അപ്പം തന്നെ വായിച്ചു തീർക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ബുക്കൊക്കെ എപ്പോഴും ഞാൻ വായിക്കുന്നതിനേക്കാളും മുന്നേ ആൾ വായിച്ച് തിരിച്ചു കൊടുന്നു തരും. ഇപ്പോൾ ഈ ഡ്രസ്സ് സുലുത്ത ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. ടാഗ് ചെയ്യാൻ എൻ്റെ കയ്യിലതില്ല, സുലുത്തൻ്റെ വീഡിയോയിലുണ്ടാവും. ഞാൻ എൻ്റെ ചുരിദാർ, ഞാൻ വീഡിയോയിലിട്ട ചുരിദാർ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവർ ചുരിദാർ പർച്ചേസ് ചെയ്തത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി വീണ്ടും സ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ചുരിദാറിട്ട് ഞാൻ പറഞ്ഞില്ലേ പുറത്തൊക്കെ പോകാറുണ്ടെന്ന്. ഇത് ഞാൻ മക്കളുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. മിസ് പറഞ്ഞു മിടുക്കനാണ് മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് അത്ര പഠിക്കലൊന്നുമില്ല, ഫുള്ള് കളിയൊക്കെയാണ്. മിസ് സാറിന് സ്കൂളിൽ നിന്ന് നന്നായിട്ട് പഠിക്കുന്നത് സത്യമാണോ? അല്ല സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് മിസ് പറഞ്ഞു എന്നാ പറഞ്ഞത്. ശരിയില്ല ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞോ? നമ്മളൊന്ന് കറങ്ങിയിട്ട് വരാം. അടുത്ത എക്സാമിനുള്ള പ്രചോദനമാണ്. ഇതിൻ്റെ ഫുൾ എപ്ലസിൻ്റെ ബാഡ്ജൊക്കെ ഉണ്ട്. ഞാനും അങ്ങനെ തന്നെ ഒരു കറങ്ങിയിട്ട് വരാം.
സെൻറ്റ് പോൾസിലാണ് കേട്ടോ രണ്ടുപേരും പഠിക്കുന്നത്. മൂത്ത ആൾ അസ്വൽ 7th സ്റ്റാൻഡേർഡിലും രണ്ടാമത്തെ ആൾ ഇസുട്ടൻ 2nd സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇസു പിന്നെ 2nd സ്റ്റാൻഡേർഡിലല്ലേ ആയിട്ടുള്ളൂ. കളികളൊക്കെ തുടങ്ങാനുള്ള ടൈം ആവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്ക് പിന്നെ എപ്പോഴും ഫുൾ A+ഉം പിന്നെ ഇതാ ക്ലാസ്സിൽ ടോപ്പറായതിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അസ്വലും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എപ്പോഴും ഫുൾ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പിന്നെ വലിയതാവും തോറും അതിങ്ങനെ കുറച്ച് ടഫാവും ചെയ്യും. അതുപോലെ കുട്ടികൾക്ക് കുറച്ച് കളി കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് മാർക്കൊക്കെ കുറയും. ഇപ്പോൾ അവന് മാത്സ് ഹിന്ദിയിലാണ് എപ്പോഴും കുറച്ച് മാർക്ക് കുറയുന്നത്. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, ഞാനങ്ങനെ ഭയങ്കര പ്രഷർ ചെയ്ത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി കുട്ടികളെ പഠിക്കണം, ഫുൾ മാർക്ക് മേടിക്കണം എന്നുള്ളൊരാളെ അല്ല കേട്ടോ. കുട്ടികൾക്ക് അത്യാവശ്യം അവരുടെ പഠിപ്പിനനുസരിച്ചിട്ടുള്ളൊരു മാർക്ക് കിട്ടണം, അങ്ങനെ തന്നെ ഉള്ളൂ. കുത്തിയിരുന്ന് പഠിച്ച് ഫുൾ ടൈം പഠിക്കുന്ന കുട്ടികളും അല്ലല്ലോ. കുറേ കളിക്കും, അതിൻ്റെ ഇടയിൽ പഠിക്കും, അങ്ങനെ. അപ്പോൾ ഞാനതിൽ ഭയങ്കര ഓക്കെയാണ്. അസൂട്ടിനാണെങ്കിലും ഇപ്പം പഠിക്കാൻ പറഞ്ഞാലൊക്കെ ഇരുന്ന് വായിക്കും, പഠിക്കും. അതുപോലെ എക്സാം എഴുതണം, അത്യാവശ്യം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു കൂട്ടത്തിൽ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കും. ഇപ്പോൾ ടീച്ചർമാരാണെങ്കിലും നല്ല അഭിപ്രായമാണ് അവനെ പറ്റി പറയാം. നല്ല പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്. വർക്ക് ചെയ്താൽ കുറേ കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുക. അപ്പോൾ ഇച്ചിരി മാർക്കൊക്കെ എതിരേലും കുറഞ്ഞാലും എനിക്കത് ഭയങ്കര വിഷമമായിട്ടൊന്നും തോന്നാറില്ല. ഓക്കെ, അവന് സർവൈവ് ചെയ്യാനുള്ളൊരു മാർക്കൊക്കെ കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് അവരുടെ കരിയറിനാണെങ്കിലും ഒക്കെ ഭയങ്കര കോമ്പറ്റീഷനല്ലേ. അപ്പോൾ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാർക്കും ആ ഒരു പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എപ്പോഴും ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് ക്ലാസ്സിൽ നമ്പർ 1 ആവണം എന്നുള്ള അത്യാഗ്രഹമൊന്നുമില്ല. കാരണം അത് എല്ലാ കുട്ടികളെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നമുക്കൊക്കെ അറിയാം നമ്മളുടെ ഒരു കാലിബറിനനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് മാർക്ക് കിട്ടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ഒരുപാടൊന്നും പ്രഷർ ചെയ്യിക്കാതെ കംഫർട്ടബിൾ ആക്കുക, അവർക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക. അത്രയൊക്കെയാണ് നമ്മൾ പാരൻസ് ഉള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ പാരൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. മുന്നത്തെ പോലെ ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന പാരൻസൊക്കെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.